Hello, guys. We are ready to go to Estonia. So, welcome to our channel once again. Tales, Trails and Taste. Okay, അതാണ് നമ്മൾ പോകുന്ന ക്രൂസ്. ഞങ്ങള് ഹെൽസിങ്കിന്ന് ഈ ക്രൂസ് വഴിയാണ് എസ്റ്റോണിയയിലോട്ടുള്ള പോക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോ നിൽക്കുന്നത് എസ്റ്റോണിയയുടെ ക്യാപിറ്റലായ ടാലിനിലാണ്. ഞങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങള് ഹെൽസിങ്കിന്ന് ക്രൂസ് എടുത്തിട്ട് ടാലിനിൽ വന്നു. ഇറ്റ് ഈസ് വെരി ഈസി. ഇപ്പൊ നിങ്ങൾ ഹെൽസിങ്കി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ്റ്റോണിയയും സ്വീഡനും കൂടെ കൂട്ടത്തിൽ പ്ലാൻ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ അപ്പോൾ ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് ടാലിനിലാണ്. ടാലിനില് ഞങ്ങൾ ഒരു ഈ നൈറ്റ് നെക്സ്റ്റ് ഡേ ടുമോറോ നൈറ്റും കാണും. അപ്പൊ നമ്മളവിടെ ഒരു അപ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ വാട്ട് ഇസ് ദിസ് കൺട്രി ഹാസ് ഫോർ us. ലെറ്റ്സ് എക്സ്പ്ലോർ ദിസ് കൺട്രി, നോട്ട് ടു മച്ച്. സോ നമ്മളെ കൊണ്ട് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാം. ബിക്കോസ് വി ആർ ഹിയർ ഓൺലി ഫോർ വൺ ഫുൾ ഡേ. ടുഡേ ഉണ്ട്, ഇന്നൊരു ഇപ്പൊ നമ്മൾ അവിടെ അപ്പാർട്ട്മെന്റിൽ പോയി വിൽ ട്രൈ ടു ഗോ അറൌണ്ട്. നാളെ ഒരു ദിവസം മുഴുവനായിട്ട് നമ്മൾ ഇവിടെ ഉണ്ട്. മറ്റന്നാൾ രാവിലെ നമ്മൾ തിരിച്ച് ഹെൽസിങ്കിൽ പോകും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ താമസിക്കാൻ പോകുന്ന നമ്മളുടെ റൂം. അപ്പോൾ ഇത് സിറ്റി സെൻറ്ററിൻ്റെ അകത്ത് തന്നെയായിരുന്നു. വെരി സ്മോൾ ആൻഡ് കംഫർട്ടബിൾ റൂം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റാണ്. അപ്പോൾ നമുക്ക് ഒരു ചെറിയ കിച്ചണുണ്ട്, ഒരു ചെറിയ ഷെൽഫുണ്ട്, പിന്നെ അവർ തന്നെ ഫാൻ, നമുക്ക് ഇവിടെ തണുപ്പല്ല എന്നാലും ഫാൻ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഇത് ഹാങ് ചെയ്യാൻ വേണ്ടിയുള്ള ഹാങ്ങറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു ചെറിയ വാഷ് ബേസിൻ, പിന്നെ ടി വി നമുക്ക് കണക്ട് ചെയ്യാം. പിന്നെ സ്മോൾ നല്ല ഒരു ഡബിൾ ബെഡുണ്ട്. പിന്നെ ഒരു ചെറിയ ഒരു സോഫ പോലത്തെ ഒരു കുഞ്ഞു സാധനമുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ടോയ്ലറ്റും നല്ല ഒരു കുഞ്ഞു ടോയ്ലറ്റാണ്. ബട്ട് ഇറ്റ്സ് റിയലി നൈസ്. ഒരു നല്ല ഒരു കുഞ്ഞു ടോയ്ലറ്റ് ആണെങ്കിലും നല്ല ഒരു ടോയ്ലറ്റാണത്. അപ്പം ഞങ്ങൾ വൈകിട്ടൊരു 4 o'clock ഒക്കെ ആയപ്പോഴത്തേനും നമ്മൾ എത്തി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തിട്ട് ഞങ്ങൾ വെളിയിൽ ചുമ്മാ നടക്കാൻ, അതായത് എസ്റ്റോണിയ ഓൾഡ് സിറ്റി കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചുമ്മാ ഒരു വാക്കിംഗ് നടന്നു പോയി കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ നടക്കുകയായിരുന്നു. നല്ല സ്ഥലമാണ്, നമുക്ക് നടന്ന് കാണാൻ തന്നെ. സിറ്റി സെൻറ്ററിനകത്താണ് നമ്മൾ വീട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, ഒരു അപ്പാർട്ട്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാം നമ്മുടെ കൈയെത്തുന്ന ദൂരത്ത് തന്നെയാണ്, നമുക്കെല്ലാം നടന്ന് തന്നെ കാണാം. ഇതാണ് ആ ഓൾഡ് സിറ്റിയിലോട്ട് പോകുന്ന വഴി. അത് ഓൾഡ് സിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഭയങ്കര ഒരു ഏൻഷ്യൻ ടച്ച് ഉണ്ട് അതിൻ്റെ. അവരുടെ ആ ഒരു ആർക്കിടെക്ചറിലെ സൈഡിലും ഒക്കെ റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്, എങ്കിലും നമുക്കത് മനസ്സിലാവും പെട്ടെന്ന്. ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ഞാൻ പറഞ്ഞു, എസ്റ്റോണിയ ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് ആൻഡ് എസ്റ്റോണിയ ഈസ് വെരി ഗുഡ് ഇൻ ടേംസ് ഓഫ് ടെക്നോളജി. നമ്മളുടെ പല ടെക്നോളജിയുടെയും ഒറിജിനേറ്റ് ചെയ്തത് എസ്റ്റോണിയ എന്നാണ് പറയുന്നത്. സ്പെഷ്യലി സ്കൈപ്പ്, അങ്ങനത്തെ കുറേ പുതിയ ടെക്നോളജീസ്, വോട്ടിംഗ് സിസ്റ്റംസ്, ഇതൊക്കെ എസ്റ്റോണിയയിലാണ് ആദ്യം വന്നതെന്നാണ്. അവരാണ് ആ ടെക്നോളജി ഡെവലപ്പ് ചെയ്തത്. ഇതാണ് ഓൾഡ് സിറ്റിയും ന്യൂ സിറ്റിയും തമ്മിലുള്ള ഒരു നമ്മളുടെ ഒരു ടവർ എന്ന് പറയാം. ഈ ടവറിൻ്റെ 2 സൈഡിലായിട്ടാണ് സിറ്റികൾ ഇത് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദേ ഹാവ് എ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഓഫ് ഫ്ലവേഴ്സ്. അവർക്ക് ഒത്തിരി നല്ല വെറൈറ്റി ഓഫ് ഫ്ലവർ കളക്ഷൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്ന ഒരു ഫ്ലവർ മാർക്കറ്റാണ്. ഒരു സൈഡ് മുതൽ ഒരു സൈഡ് വരെ ഫുൾ ഫ്ലവേഴ്സ് അങ്ങനെ അങ്ങ് കവർ ചെയ്ത് വെച്ചേക്കുകയാണ്. വിച്ച് ഈസ് വെരി നൈസ് ടു സീ.
നമ്മൾ പോകുന്നത് ടാലനിലുള്ള ഒരു സ്ക്വയറിലാണ്. ഈ സ്ക്വയർ ഭയങ്കര ഫേമസ് ആണ് ടാലനിൽ. അതുപോലെ നമുക്ക് സാധാരണ എല്ലാ കൺട്രീസിലും ഉള്ളതുപോലെ തന്നെ ഒരു കുറേ ആർക്കിടെക്ചേഴ്സ് കൂടിയ ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. കുറേ നല്ല ബിൽഡിങ്സ് ഉണ്ട് ഇവിടെ. എന്നിട്ട് അതിൻ്റെ കുറേ കഫേസ് ഉണ്ട്. ആ കഫേ ഇങ്ങനെ നമ്മളുടെ ഒരു സ്ക്വയർ പോലെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സെൻട്രൽ അവർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇരിക്കാം, നമുക്ക് ആ കഫേയിൽ പോകാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ചുറ്റിക്കറങ്ങിയിട്ട് നമുക്ക് തിരിച്ച് എക്സിറ്റ് ചെയ്ത് പോകാം. വന്നപ്പോഴാണ് നമ്മളൊരു സംഭവം കണ്ടത്. അപ്പോൾ ഞങ്ങൾ ഓടി അങ്ങോട്ട് പോയി. നിങ്ങൾ കാണാമോ? നമ്മൾ ഇതൊക്കെ ദൂരെ നിന്ന് സ്പോട്ട് ചെയ്യാമല്ലോ. ആ ഫ്ലാഗ്, നമ്മളുടെ സ്വന്തം ഇന്ത്യയുടെ ഫ്ലാഗ് അങ്ങനെ ടാലനിൽ പറന്ന് കളിക്കുന്നത് നമുക്ക് കാണാം. അതൊരു റെസ്റ്റോറൻ്റ് ആണ്. ആ റെസ്റ്റോറൻറ്റിന് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. ആ റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിലാണ് ആ ഫ്ലാഗ്, ഇന്ത്യൻ ഫ്ലാഗ് അവർ വെച്ചിരിക്കുന്നത്. സോ അവിടെ കുറച്ച് നേരം ഞങ്ങൾ നിന്നു. എനിവേയ്സ് എന്തോന്നറിയത്തില്ല, നമ്മുടെ ഫ്ലാഗ് അങ്ങനെ പറക്കുന്ന കണ്ടപ്പോൾ ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു. എനിക്കതിൽ ഒത്തിരി പേർക്ക് അങ്ങനെ കേട്ടു പോലുമില്ല. ടാലൻ എസ്റ്റോണിയ, അവിടെയും നമ്മളുടെ കൺട്രി റെപ്രസെൻ്റ് ചെയ്ത ആൾക്കാരുണ്ട്. ഇത് ഇവിടുത്തെ ഒരു മ്യൂസിയമാണ്. നമുക്ക് വേണമെങ്കിൽ കയറി കാണാം. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോഴത്തേനും അത് ക്ലോസ്ഡ് ആയിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് അതിൽ കയറാൻ പറ്റിയില്ല. ഇത് സെൻട്രൽ സ്പോട്ടിൽ നിൽക്കുന്ന ഒരു ഹോളിവുഡ് തിയേറ്ററാണ്. ഭയങ്കര ഹ്യൂജ് സ്ട്രക്ചറാണിത്. പക്ഷേ താഴെ നോക്കുമ്പോൾ നമ്മൾ താഴെ നിൽക്കുമ്പോൾ മനസ്സിലാവും ഇറ്റ്സ് വെരി ഹ്യൂജ് ബിൽഡിംഗ്. ഒരു അടിപൊളി തിയേറ്റർ എന്ന് തന്നെ പറയണം. കുറച്ച് സമയം എക്സ്ട്രാ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് മോളിൽ കയറി. അപ്പം ഇറ്റ് വാസ് ടൈം ടു ക്ലോസ്. അതുകൊണ്ട് ഞങ്ങൾ വേറെ പ്രത്യേകിച്ച് കടയിലൊന്നും കയറിയില്ല. ജസ്റ്റ് ചുമ്മാ കയറി അങ്ങ് ഇറങ്ങി, അത്രേ ചെയ്തുള്ളൂ. മോർണിംഗ് എവരിവൺ. സോ നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി. ഇതാണ് ഞങ്ങളുടെ ബിൽഡിംഗ്. ഞങ്ങൾ കാണിച്ചില്ലല്ലോ, ഇതാണ് ഞങ്ങളെ സ്റ്റേ ചെയ്ത് ബിൽഡിംഗ്. We were very near to the city center. ഞങ്ങളുടെ ഓൾഡ് സിറ്റി, ന്യൂ സിറ്റി എന്നൊക്കെ പറയാൻ നമുക്ക് ഇവിടുന്ന് തന്നെ കാണാം. നമ്മൾ ഇന്ന് പോകുന്നത്, ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ ഇന്ന് പോകുന്നത് കേല വാട്ടർഫോൾ എന്ന് പറയുന്നത് വാട്ടർഫോളിലാണ്. ദാറ്റ്സ് സെക്കൻഡ് ലാർജസ്റ്റ് വാട്ടർഫോൾ ഇൻ എസ്റ്റോണിയ. അപ്പം അവിടെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇവിടുന്ന് നമ്മൾ പാക്കേജ് ഉണ്ട്, പാക്കേജ് എടുത്ത് പോകാം. വിച്ച് ഈസ് എ ബിഗ് കോസ്റ്റ്ലി. സോ ഞങ്ങൾ തന്നെ എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ച് നമ്മൾ ഇവിടുന്ന് നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ് എടുക്കാം. ഒരാൾക്ക് 1 വേ 5 euro ആണ്. സോ 2 വേ 10 pounds ഏത് ഞങ്ങൾക്ക് 20 pound ആവും. അപ്പം അതാണ് ലാഭം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് പിള്ളേരും അങ്ങനെയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഗോ ഫോർ ദി പാക്കേജ്. നിങ്ങൾ 2 പേരേ ഉള്ളൂ, ഒരു ബാക്ക് പാക്കേജ് അങ്ങനെ ഒരു നിങ്ങളൊരു ജേർണി ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു കൻ ഗോ ഫോർ ദിസ്. അപ്പം വിച്ച് വിൽ ബി മച്ച് ചീപ്പർ കമ്പയർഡ് ടു ദി അതർ വൺ. ഓക്കെ,
അപ്പോൾ ഈ ട്രീ നിങ്ങൾ കണ്ടോ? ഈ ട്രീ ആക്ച്വലി ഭയങ്കര ഫിൻലൻഡിൽ ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു ട്രീ ആണ്. എല്ലായിടത്തും, എന്തും എന്റെ പേരെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഫിൻലൻഡിലെ എല്ലാ രീതിയിലും എല്ലാ സ്ട്രീറ്റ്സിലും നമുക്ക് ഈ ട്രീ കാണാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഞങ്ങളങ്ങനെ നടന്നു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പോയ വഴിക്ക് ഒക്കെ ഒരു ബ്യൂട്ടിഫുൾ പാർക്കും കുറച്ച് ടവേഴ്സും അങ്ങനെയൊക്കെ കണ്ടു. അങ്ങനെ ബസ് സ്റ്റോപ്പ് തപ്പിയുള്ള നടപ്പാണ്. ഓക്കെ, അങ്ങനെ നടന്ന് ഞങ്ങൾ അവസാനം ബസ് സ്റ്റോപ്പ് കണ്ടുപിടിച്ചു. നമ്മളിപ്പം നിൽക്കുന്നതാണ് നമ്മൾ വന്ന ഉദ്ദേശിച്ച വാട്ടർഫോൾ. ആക്ച്വലി ഞങ്ങളുടെ ട്രാവലിൽ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം ഈ 127 ബസ്സെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് കയറി. പക്ഷെ അപ്പോൾ ആ ഡ്രൈവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഈ വണ്ടി അതിൽ പോത്തില്ല, വേറെ വണ്ടിയിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ പുള്ളി തന്നെ ഞങ്ങളെ ഒരു സ്റ്റോപ്പിൽ കൊണ്ട് നിർത്തി. ഞങ്ങളുടെ പൈസ ഒന്നും വാങ്ങിച്ചില്ല. എന്നിട്ട് ആ ബസ്സിൽ ഞങ്ങൾ കയറി. ഞങ്ങൾ കേലിയിൽ അവിടെ വന്ന സ്റ്റോപ്പിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ മനസ്സിലായി ഞങ്ങൾ ആദ്യം കയറേണ്ട വണ്ടി തന്നെ ആയിരുന്നു ഞങ്ങൾ കയറേണ്ടത്. ആ പുള്ളി ഞങ്ങൾ ടിക്കറ്റ് എടുത്തില്ല. ഏതായാലും കൊള്ളാം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ബോൾട്ടൊക്കെ പിടിച്ച് ഇവിടെ എത്തി ഞങ്ങൾ. പക്ഷേ ഇറ്റ് ലുക്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. നിങ്ങൾ കാണാമല്ലോ. പോയ വഴിക്ക് അതിൻ്റെ അകത്ത് തന്നെ ഒരു ബ്രിഡ്ജുണ്ട്. അപ്പം ആ ബ്രിഡ്ജിൽ കൂടെ കയറി നമുക്ക് അപ്പുറത്തെ സ്പോട്ടിൽ ചെന്നിട്ട് ഇറങ്ങാം. എല്ലായിടത്തും ഉള്ള പോലെ ഇവിടെ ഉണ്ട് ലോക്കും കീയും. കുറേ ആൾക്കാർ അങ്ങനെ ലോക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇവിടെയെല്ലാം. ഈ ഒരു പ്ലേസ് നിങ്ങൾ മസ്റ്റ് വിസിറ്റാണ്. ഒരു നേച്ചർ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു പ്ലേസാണിത്. നമുക്ക് അങ്ങനെ കുറച്ച് നേരം ഇരിക്കാം. കുറേ വലിയ ക്രൗഡഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഒട്ടും ആൾക്കാരില്ല. ഞങ്ങളൊരു 4-5 പേരേ ഉള്ളായിരുന്നു ഇവിടെ ഞങ്ങൾ പോയപ്പം. ഭയങ്കര രസമായിരുന്നു. നമ്മളുടെ നേച്ചറായിട്ട് നമ്മളങ്ങ് അലിഞ്ഞ് ചേരുക എന്ന് പറയത്തില്ലേ, അതുപോലെയായിരുന്നു. കാരണം വൺ സൈഡ് ഈസ് ഫുൾ ഓഫ് ഗ്രീനറി ആൻഡ് അതർ സൈഡ് ഈസ് വാട്ടർ ഫ്ലോയിങ് ആൻഡ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ആൻഡ് ഇറ്റ് വാസ് എ ബിറ്റ് ചില്ലി. പക്ഷേ നല്ല ഒരു വെതറും ആയിരുന്നു. നമുക്ക് അത്രയും ഭയങ്കര ഫ്രീസിങ് ആയിട്ട് തോന്നിയില്ല. ആൻഡ് അത്രയും ഭയങ്കര ഹോട്ട് വെള്ളമായിരുന്നു. നല്ല വെതറായിരുന്നു. ആൻഡ് അതിൻ്റെ കൂടെ ഇങ്ങനെ നല്ലൊരു കാറ്റും ഉണ്ടായിരുന്നു.
അങ്ങനെ നമുക്ക് നടക്കാൻ തോന്നും ആ സ്ഥലത്തിൽ കൂടെ. നമ്മൾ ഈ പറഞ്ഞ പോലെ പണ്ടത്തെ ഈ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ക്ലാസ്മേറ്റ്സിൻ്റെ ഒക്കെ ബുക്കിൻ്റെ പുറകിലൊക്കെ നമുക്ക് കുറേ ഇമേജസ് നമ്മൾ കണ്ടിട്ട്. highly recommended place. If you are ever coming to Estonia, please do visit this place. Okay? ആദ്യം ഞങ്ങളൊന്ന് ഡൗട്ട് ചെയ്തത് വേണോ വേണ്ടയോ എന്ന്. ബട്ട് യു നോ ദി അമേസിംഗ് വ്യൂ, നേച്ചർ ഈസ് അറ്റ് ദ മോസ്റ്റ് എന്ന് നമ്മൾ പറയത്തില്ലേ, അതുപോലത്തെ ഒരു ബ്യൂട്ടിയാണ്. ആൻഡ് ഐ തിങ്ക് ഇത് ക്രൗഡഡും അല്ല, അതാണ് ഇതിൻ്റെ വേറെ ഒരു ബ്യൂട്ടിഫുൾ. നിങ്ങൾക്ക് നോക്കി ഞങ്ങളുടെ ചുറ്റും ആരും ഇല്ല. ആക്ച്വലി ഒത്തിരി റെയറാണ് ആൾക്കാർ ഇവിടെ വരുന്നത്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ജം പ്ലേസ്. ഞങ്ങൾ തിരിച്ചു വന്നിട്ട് നേരെ പോയത് ടാലിനിലെ ഒരു മാർക്കറ്റിലായിരുന്നു, ഫ്രൂട്ട് വെജിറ്റബിൾ മാർക്കറ്റിൽ. ഞങ്ങളിപ്പം ആ മാർക്കറ്റിനകത്തോട്ട് കയറുകയാണ്. മാർക്കറ്റിൽ ഒത്തിരി ഫ്രൂട്ട്സും ഒത്തിരി വെജിറ്റബിൾസും ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ സ്ട്രോബെറിയാണ് ട്രൈ ചെയ്തത്. ഇറ്റ് വാസ് ഡെലീഷ്യസ്, അടിപൊളിയായിരുന്നു സ്ട്രോബെറി. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചുകൂടെ ഞങ്ങൾക്ക് സമയമുള്ളതുകൊണ്ട് ഞങ്ങൾ ഒരു ക്രിയേറ്റീവ് സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടെ പോയി. ആൻഡ് ഇറ്റ്സ് മോർ ഓർ ലൈക്ക് വെരി ക്രിയേറ്റീവ്. ആൾക്കാർ നമ്മൾ പോകുന്ന സ്ഥലത്തും അല്ലെങ്കിൽ നമ്മൾ എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ അവിടുത്തെ ആ സിറ്റി, ആ ഒരു കുറച്ച് പ്ലേസ് അവർ വെച്ചേക്കുന്നത് ഇറ്റ്സ് എ ടോട്ടൽ ഡിഫറെൻറ്റ്. നമുക്കത് കണ്ണുകൊണ്ട് കാണുമ്പോഴേ നമുക്കതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവത്തുള്ളൂ. പെയിൻറ്റിങ്ങും ടെക്നോളജി വൈസും അങ്ങനെയൊക്കെ ആയിരുന്നു അവരത് ചെയ്തു വെച്ചിരിക്കുന്നത്. ആൻഡ് ഇതും അതിൻ്റെ ഈ മോർ ഓർ ലെസ് ഈ സിറ്റി ഇങ്ങനെ എവറിത്തിങ് ഈസ് കണക്റ്റഡ് ഇൻ എന്നാ പറയുന്നത്, ഒരു ഫോർട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറേ ടവേഴ്സ് ഉണ്ട്. ആ ഒരു ടവറിൽ നിന്ന് അടുത്ത ടവറിലോട്ട് പോവുക, അടുത്ത ടവറിൽ നിന്ന് അടുത്ത ടവറിലോട്ട് പോവുക. മോർ ഓർ ലെസ് ഇറ്റ്സ് ലൈക്ക് ദാറ്റ് കംപ്ലീറ്റ് ആ ഒരു ടാലിൻ സ്ഥലം മുഴുവനായിട്ട്.
ലാസ്റ്റ് ദിവസമാണ്. We are trying to go to a fort which is like an island. So let me take you through that, okay? Come on. അങ്ങനെ ഞങ്ങൾ കുറച്ച് നല്ല മെമ്മറീസ് ആയിട്ട് ടാലിൻ വിട്ട് ടാറ്റ ബൈ ബൈ പോവാണ്. സി യു വിത്ത് അനദർ